മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം കോടതിയിൽ തകർന്നടിയുന്നതാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി കാണുന്നത്. ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആകെ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായി കാണാം. അതിനു മുമ്പ് 2016-21 കാലയളവിലും സമാനമായിരുന്നു സാഹചര്യങ്ങൾ. നിരന്തരം കോടതിയിൽ തോൽക്കുക. അത് ഏറ്റവും അധികം പ്രകടമായി കണ്ടത് 21-26 അതിൽ ഒടുവിലത്തേതാണ് ഈ ഡേറ്റ ചോർച്ച ആരോപിച്ചുള്ള ഹർജി. കെ ഫോൺ, AI ക്യാമറ, സ്പ്രിംഗ്ലർ, നവകേരള സർവേ, CMRL തുടങ്ങി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളുടെ എല്ലാം ഗതി ഇതുതന്നെയായിരുന്നു. കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് വിമർശനമെന്ന വാർത്തയിൽ പുതുമയില്ലാതായിട്ട് നാളുകളായി. ഏറ്റവും ഒടുവിലത്തേതാണ് ഡേറ്റ ചോർച്ച ആരോപണ ഹർജി തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രി സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് കോടതി ഉത്തരവിട്ടതോടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണം കൂടി കോടതി മുറിയിൽ തകർന്നടിയുന്നതാണ് കണ്ടത്. കെ ഫോൺ, AI ക്യാമറ, സ്പ്രിംഗ്ലർ, നവകേരള സർവേ, CMRL തുടങ്ങി പ്രതിപക്ഷം നടത്തിയ എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും ഇതുതന്നെയായിരുന്നു ഗതി. കെ ഫോണിൽ അഴിമതി ആരോപിച്ചും CBI അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ച ഹർജി തള്ളിയതാണെന്ന്. പദ്ധതിയിൽ ക്രമക്കേടോ നിയമവിരുദ്ധതയോ കണ്ടെത്താനായില്ലെന്ന് അന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്പ്രിംഗ്ലർ കേസായിരുന്നു മറ്റൊന്ന്. കോവിഡ് കാലത്ത് ആരോഗ്യവിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ ആക്ഷേപം. സർക്കാർ നടപടിയിൽ നിയമവിരുദ്ധതയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതിപക്ഷവാദം നിലനിൽക്കില്ലെന്ന് കണ്ട് തള്ളുകയായിരുന്നു. AI ക്യാമറകൾക്കെതിരെ VD സതീശനും രമേശ് ചെന്നിത്തലയും സമർപ്പിച്ച ഹർജിക്കും ഇതുതന്നെയായിരുന്നു അവസ്ഥ. ആരോപണങ്ങൾ തെളിയിക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ലെന്ന് വിലയിരുത്തിയാണ് അന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജികൾ തള്ളിയത്. ആരോപണങ്ങൾ തെളിയിക്കാൻ യാതൊരു തെളിവും ഹാജരാക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ലെന്നും അന്ന് കോടതി പറഞ്ഞു. മറ്റൊന്ന് CMRL കേസിൽ ലഭിച്ച തിരിച്ചടികളാണ്. തിരുവനന്തപുരം, മൂവാറ്റുപുഴ വിജിലൻസ് കോടതികളെയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയും സുപ്രീം കോടതിയെയും വരെ മാത്യു കുഴൽനാടൻ സമീപിച്ചെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. എല്ലാ കേസിലും തോൽക്കുന്ന വക്കീലെന്ന പേരുദോഷം കുഴൽനാടന് ലഭിച്ചത് മിച്ചം. കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദിയാക്കരുത് എന്നായിരുന്നു സുപ്രീം കോടതി കുഴൽനാടന് അന്ന് നൽകിയ താക്കീത്. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കത്തിനെതിരെ നടത്തിയ നിയമപോരാട്ടത്തിലും പ്രതിപക്ഷത്തിന് ലഭിച്ചത് സമാന തിരിച്ചടി. പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്ന ഹൈക്കോടതി വിമർശനം പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു. സർക്കാർ നടത്തിയ നവകേരള സർവേക്കെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത് മറ്റൊരു തിരിച്ചടി. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ വിലയിരുത്താൻ സർവേ നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും സർവേയുമായി മുന്നോട്ടു പോകാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. സർവേ രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് KSU നേതാവ് നൽകിയ ഹർജിക്കായിരുന്നു ഈ ഗതി. ചുരുക്കത്തിൽ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് VD സതീശനും കൂട്ടർക്കും കോടതികളിൽ നിന്ന് സമീപകാലത്ത് നേരിടേണ്ടി വന്നത്. പ്രതിപക്ഷത്തിന് മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കളെക്കാൾ ആവേശം കാണിച്ച ചില മാധ്യമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണിത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.